CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃനിരയിൽ നിന്ന് ജനകീയരായിട്ടുള്ള നേതാക്കന്മാർ, മുൻ MLA-മാർ, നിലവിലുള്ള MLA, അങ്ങനെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരും ഇന്ന് BJP-യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറിമാർ, KPCC സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ, യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറയുകയാണ് കേരളത്തിൽ വേണ്ടത്. പിണറായി വിജയൻ മാപ്പ് പറയണം. CPM-ൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല എന്ന ജാതീയമായിട്ടുള്ള അധിക്ഷേപം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്, CPM-ൽ നിന്ന്, CPI-യിൽ നിന്ന് ഉൾപ്പെടെ ആയിരക്കണക്കിന് ആൾക്കാർ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ പാർട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറിമാർ, KPCC സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാർ, അങ്ങനെ നിരവധി ആൾക്കാർ എത്തിയതായിട്ട് മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം. അതോടൊപ്പം തന്നെ മുൻ MLA-മാർ, നിലവിലുള്ള MLA, അങ്ങനെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരും ഇന്ന് BJP-യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കന്മാർ, CPM-ൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ തുടങ്ങി നിരവധി ആൾക്കാർ BJP-യിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഏറെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് BJP-യോടൊപ്പവും NDA-യോടൊപ്പവും നിൽക്കുക എന്നുള്ളത് ഇന്ന് കേരളത്തിന് ബോധ്യം വന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ദശാബ്ദങ്ങളായിട്ട് 40-30 വർഷമായി CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃനിരയിൽ നിന്ന് ജനകീയരായിട്ടുള്ള നേതാക്കന്മാർ BJP-യിലേക്ക് എത്തുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യം BJP-യാണ്, NDA-യാണ് എന്നതിൻ്റെ തിരിച്ചറിവാണ്. പക്ഷേ ഇതിൽ വിഭ്രാന്തരായിട്ടുള്ള ചില CPM നേതാക്കന്മാർ അതിനോട് പ്രതികരിക്കുന്നത് വളരെ മ്ലേച്ഛകരമായിട്ടാണ്, വളരെ അപഹാസ്യകരമായിട്ടാണ് BJP-യിലേക്ക് വരുന്ന നേതാക്കന്മാർക്കെതിരെ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ CPM-ൻ്റെ നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷനുമായിട്ടുള്ള ഒരു സഖാവ് സുരേഷ് കുമാർ എന്ന് പറയുന്ന CPM നേതാവ് പറഞ്ഞിരിക്കുന്നത് ശ്രീ K. അജിത്ത്, മുൻ MLA K. അജിത്ത് വൈക്കത്ത്, അതോടൊപ്പം തന്നെ ശ്രീ S. രാജേന്ദ്രൻ ഇടുക്കിയിൽ, അതുപോലെ തന്നെ ശ്രീ CC മുകുന്ദൻ എന്നിവർ BJP-യിലേക്ക് വന്നതിനെ സംബന്ധിച്ച് ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടപ്പോൾ ആ സമയത്ത് പറഞ്ഞത് അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല എന്ന ജാതീയമായിട്ടുള്ള അധിക്ഷേപം CPM-ൻ്റെ നേതാക്കന്മാർ നടത്തിയിരിക്കുകയാണ്. അവരുടെ ഏറ്റവും തരം താണ ജാതീയ അധിക്ഷേപം CPM നേതാക്കന്മാർ പൊതുവേദികളിൽ, ചാനൽ ചർച്ചകളിൽ നടത്തി ഈ കേരളത്തിലെ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക, ദളിത് വിഭാഗങ്ങളെ അങ്ങേയറ്റം അധിക്ഷേപിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ BJP, NDA നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഈ അധിക്ഷേപം ഒരു സമൂഹത്തിന് നേരെയുള്ള സാമൂഹ്യ അധിക്ഷേപമായിട്ടാണ് BJP കാണുന്നത്. യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറയുകയാണ് കേരളത്തിൽ വേണ്ടത്. പിണറായി വിജയൻ മാപ്പ് പറയണം. CPM നേതാക്കന്മാർ ഒരു കാലത്ത് CPM-ൻ്റെ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചിരുന്ന പട്ടികജാതി, പുലയ വിഭാഗം, പട്ടികജാതി വിഭാഗം, പട്ടികവർഗ വിഭാഗം, പിന്നാക്ക വിഭാഗം, ആ പിന്നോക്ക വിഭാഗത്തെ മുഴുവൻ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല എന്ന അധിക്ഷേപ വാക്ക്, ജാതി അധിക്ഷേപ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ പിണറായി വിജയനും MV ഗോവിന്ദനും കേരളത്തിലെ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് BJP മുന്നോട്ട് വരും, NDA മുന്നോട്ട് വരും, പൊതുസമൂഹവും മുന്നോട്ട് വരണമെന്നാണ് BJPക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട്
BJPയിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. അത് സ്വീകരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പോരാട്ടങ്ങളിലെ തിരുവനന്തപുരത്തെ മുഖമായിരുന്നു ശ്രീ BS അനൂപ്. BS അനൂപ് കേരളത്തിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. പട്ടികജാതി വിഭാഗത്തെ കോൺഗ്രസുമായിട്ട് അടുപ്പിക്കുന്നതിന് കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായിട്ട് ഏറെ പണിപ്പെട്ട ഒരു പ്രവർത്തകനാണ് ശ്രീ BS അനൂപ്. അദ്ദേഹം ദളിത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിറയിൻകീഴ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ BS അനൂപ് മത്സരിച്ചിരുന്നു. ഏകദേശം 10,000-ഓളം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവിടെ പരാജയപ്പെട്ടത്. ശ്രീ BS അനൂപ് കോൺഗ്രസിന്റെ ദളിത് പീഡനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 3 പ്രാവശ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, 3 ടേം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന യുവ നേതാവാണ്. കേരളത്തിലെ യുവജന പോരാട്ട വീഥിയിൽ അരുൺ രാജിന്റെ മുഖം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എത്രയോ വർഷങ്ങളായിട്ട് യുവാക്കളുടെ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന നേതാവ്. യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം, കൊല്ലം മേഖലയിലെ അനിഷേധ്യനായിട്ടുള്ള നേതാവ് എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നുണ്ട്. ആ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രത്യക്ഷ പ്രതീകമാണ് ഇതുപോലെയുള്ള നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നേരിട്ടും മനസ്സുകൊണ്ടും അംഗത്വം എടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ അഭിവാദ്യം ചെയ്യുന്നു.